പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ താഴെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ഇതായിരുന്നു: നമ്മൾ ഇവിടെ കാണിക്കുന്ന സാധനങ്ങളുടെ ഒന്നും അത് വിരിച്ചിട്ട് കാണിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ 75 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ചുരിദാറിന്റെ തുണി. പക്ഷേ നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഒരു 260 മേളിലുള്ള കുറച്ച് തുണികളെയാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കാം, ഇന്നത്തെ നമുക്ക് സ്റ്റാർട്ടിങ് കാണിക്കാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നല്ല സൂപ്പർ ആയിട്ടുള്ള, കേരളത്തിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു പീസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതാണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇതൊരു ജോർജറ്റിൽ വരുന്നൊരു മെറ്റീരിയലാണ്. ജോർജറ്റിൽ വരുന്നൊരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഫുള്ള് തുറക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇതിനെങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് ഷോൾ വരുന്നത് ഇതാണ്ട് ഇങ്ങനെയുള്ള ഷോളാണ് വരുന്നത്. ഇങ്ങനെ അങ്ങോട്ട് വരും ഷോൾ കണ്ട ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അതിന്റെ ഇത് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സൈഡ് വർക്ക് കാര്യങ്ങൾ, സോറി ഇത് ഉൾട്ടയായിപ്പോയി, സൈഡ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ അടിപൊളിയാണ്, കാണാൻ നല്ല സൂപ്പറാണ്, കാണാൻ നല്ല രസമാണ്. ഇതിനകത്ത് മൊത്തം വരുന്നത് 4 കളറാണ് വരുന്നത്. 4 കളറാണ് ഇതിനകത്ത് വരുന്നത്. അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഇതിനകത്ത് 4 കളർ. ഓക്കെ, ഇതിന്റെ ഒരു സെറ്റ് നമ്മൾ നോക്കി. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ അടുത്തതാണ് ഇതാണ് വരുന്നത്. ഇതിന്റെ ഒരു അടിപൊളിയായിട്ട് ഒരു കളക്ഷൻസ് ആണ് വരുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. എംബ്രോയിഡറി വർക്കാണ്, കാണാൻ നല്ല സൂപ്പറാണ്. ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല. വില ഞാൻ ഇതിനകത്ത് പറയാൻ പറ്റില്ല. എന്നെ വിളിക്കണം, വിളിച്ചിട്ട് ഞാൻ അത് പറയും. നിങ്ങളുടെ വീഡിയോ കോൾ പറയും. പബ്ലിക്കായിട്ട് വില പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ നിയമം നിൽക്കുന്നോണ്ട് പേരിലാണ് വില പറയാൻ പറ്റാത്തത്. ഇതാണ് ഇനി അടുത്തത്. ഇതിൽ കോട്ടിൽ വരുന്ന നല്ല സൂപ്പർ അടിപൊളി ഒരു സാധനമാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കാണാൻ തന്നെ. ഇതിനകത്ത് അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഷോളും നല്ല മൽമൽ ഷിഫോൺ എന്ന് പറയും. മൽമൽ ഷിഫോൺ ഷോളാണ് വരുന്നത്. ഓക്കെ, മൽമൽ ഷിഫോൺ ഷോള്. അപ്പോൾ ഇതൊരു സെറ്റായി. ഇതിനകത്ത് 4 പീസിന്റെ സെറ്റാണ് വരുന്നത്. ഇനി അടുത്തത് കണ്ടേ, അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് കാണിക്കുവാണെങ്കിൽ, ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുവാണെങ്കിൽ, ഇത് നമ്മൾ കുറച്ച് സാധനം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിനെക്കാട്ടും കൂടുതൽ एक बार इधर दिखा दो, एक बार ये थोड़ा कैमरा इधर घुमा दो. ഒരുപാട് സാധനങ്ങളാണ് ഇരിക്കുന്നത്. ക്യാമറ ഇധർ घुमाओ. ഒരുപാട് സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾ വിളിച്ചെങ്കിലേ നമുക്കിത് കാണിക്കാൻ പറ്റൂ. ഇതെല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്കിത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇത് അടുത്തതാണ്. നമ്മൾ വിഷയത്തിലോട്ട് വരാം. ഇത് വേറെ സംഭവമാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ ഷോൾ വരുന്നതാണ്ട് നല്ല അടിപൊളി കോട്ടൺ, പ്യുവർ കോട്ടൺ ആണിത്. ഷോൾ വരുന്നത് ഫുള്ള് വർക്കുള്ള ഷോളാണ് ഈ വരുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഇവിടെ നമ്മൾ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണമാണ് ഇത്. അടുത്തൊരു ഒരു കോട്ടന്റെ ഒരു തുണിയാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ തുണികളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഷോൾ എന്ന് വരുന്നതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഷോൾ കാണ്ട് ഇങ്ങനെ വരും. ഇതാണ് ഷോള്. ഓക്കെ, ഷോളും അടിപൊളിയാണ്. അതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി വേറെ ഒരു ഹക്കൂബ പ്രിന്റിലെ ഒരു പാറ്റേൺ കാണിക്കാം. ഹക്കൂബ പ്രിന്റ് ആണിത്. ഹക്കൂബ പ്രിന്റിലെ ഒരു പാറ്റേൺ ആണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ വരും ഹക്കൂബ പ്രിന്റ്. ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഹക്കൂബ പ്രിന്റ്. അതിന്റെ ഷോൾ എന്ന് പറയുന്നത് ദാണ്ട് ഇങ്ങനെ വരും. ഷോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ദാണ്ടേ ഇതിന്റെ ഷോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത്. അപ്പോൾ ഹക്കൂബ പ്രിന്റ് നമ്മൾ കണ്ടു. ഇതിന്റെ തുണിയാണ്ട് ഇങ്ങനെ വരുന്നു. ഇതിന്റെ 4 സൈസാണ് ഉള്ളത്. 4 സൈസാണ് ഇതിനകത്ത് ഉള്ളത്. 1, 2, 3, 4 സൈസാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല അടിപൊളി. ഇതിന്റെ ഫ്രണ്ടിലെ വർക്കൊക്കെ കണ്ട ഒരു രക്ഷയില്ല, അടിപൊളി ഒരു വർക്കാണ്. വീനെക്കിന്റെ വർക്കാണ് ഇതിനകത്ത് ഉള്ളത്. വീനെക്കിന്റെ വർക്കിനകത്തിൽ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതിന്റെ വർക്കും കണ്ടാൽ അടിപൊളിയാണ്. ദാണ്ടേ ഇങ്ങനെ വരും ഇതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഇതിന്റെ ജോർജറ്റിന്റെ തുണിയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ജോർജറ്റിന്റെ തുണിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവമാണ് ഇതിനകത്ത് ഉള്ളത്. 4 തുണിയാണ് ഇതിനകത്ത്. 4 കളറാണുള്ളത്. 4 കളർ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഇതാണ് ഒരു ചിക്കൻ കറി വർക്കിലുള്ള സംഭവമാണ് ഈ കാണിക്കുന്നത്.
ചിക്കൻകാരി വർക്ക്. ചിക്കൻകാരി വർക്കിലുള്ള ഈ തുണി ഇങ്ങനെ നമുക്ക് കാണിക്കാം. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ താണ്ട് ഫുൾ ചിക്കൻകാരി വർക്കാണ് കാണിക്കുന്നത്. ചിക്കൻകാരി വർക്കിനകത്ത് ഇങ്ങനെയുള്ളതിനകത്ത് ഷോൾ ആണ്ട് ഇങ്ങനെ വരും. ഷോള് ഇങ്ങനെ വരുന്നൊരു ഷോളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് വരും ഇതിനകത്ത്. ഷോളിനകത്തും ചിക്കൻകാരി വർക്കിന്റെ ഈ തുണിയാര് വരും. ഇതിനകത്ത് 3-4 കളറാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. അതിനകത്ത് ഇതാണ്ടേ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ എല്ലാം ഇവിടെ കാണിക്കുന്ന എല്ലാം എന്നുള്ളതിന്റെ ഇതിന്റെ തുണിയാണ്ട് ഇതിന്റെ ഷോളാണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കാണിക്കുന്ന എല്ലാം തന്നെ അവസാനത്തെ ഓർണമെന്റ് നമുക്ക് കാണിക്കാം. ഇതിനകത്ത് 4 കളറാണ്. 4 കളർ നല്ല സൂപ്പർ ആയിട്ടൊരു കളറാണ് ഇത്. ഇത് വരുന്ന റോമൻ സിൽക്കിലാണ് വരുന്നത്. റോമൻ സിൽക്കിലാണ് ഈ വരുന്നത്. റോമൻ സിൽക്കിൽ ഈ വരുന്ന ഈ സാധനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റോമൻ സിൽക്കില് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പാന്റ് കണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന്റെ പാന്റ് ഇങ്ങനെ വന്നിട്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ഇങ്ങനെ വരും. ദാണ്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഈ കാണിച്ച സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താഴെ നിങ്ങൾക്ക് വീഡിയോ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിന്റെ വീഡിയോ കോൾ താഴെ കാണുന്നത് കാണിക്കുക. അത് താഴത്തെ നമ്പറിൽ വിളിക്കുക. ഈ വിളിച്ച നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഇത്രയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത സാധനത്തിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വീണ്ടും അടുത്ത കോളിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.